നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. പകരം ചുമതല അഡ്ഹോക് കമ്മിറ്റിക്ക്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി. അഡ്ഹോക് കമ്മിറ്റിക്കാണ് പകരം ചുമതല. ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ പുനഃസംഘടിപ്പിക്കുമെന്ന് MV ഗോവിന്ദൻ അറിയിച്ചു. കമ്മിറ്റിക്ക് കരുനാഗപ്പള്ളിയിലെ പാർട്ടിയെ നയിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നാണ് വിലയിരുത്തൽ എന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കളക്ടറേറ്റ് മാർച്ചിനെ ക്രൂരമായി അടിച്ചമർത്തി. കേന്ദ്രത്തിനെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യും. LDF-നൊപ്പം സമരത്തിനില്ല VD സതീശൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നുവെന്നാരോപിച്ച കൽപ്പറ്റ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ ശക്തമായി പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിഷേധക്കാർക്ക് നേരെ ഗുരുതര കൃത്യവിലോപം ഉണ്ടായി. പോലീസുകാർ മാർച്ചിനെ ക്രൂരമായി അടിച്ചമർത്തുകയാണുണ്ടായത്. സർക്കാരിന്റെ വെള്ളിപ്പോക്ക് തുടരുകയാണെങ്കിൽ സർക്കാരിന് പ്രഖ്യാപിച്ച പിന്തുണ പിൻവലിക്കേണ്ടി വരും. പുനരധിവാസം സർക്കാർ ലാഘവത്തോടെ കാണണം. വയനാട് വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യും. LDF-നൊപ്പം സമരത്തിനില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484 245555. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ അനർഹരായ നിരവധി പേരുടെ കയ്യിലെത്തിയ സംഭവത്തിൽ നടപടിയെടുക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രത്യേക യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. പെൻഷൻ വിതരണത്തിൽ അനർഹർ കയറിക്കൂടുവാൻ സാഹചര്യം ഒരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കും. അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടിയുണ്ടാകും. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനും യോഗത്തിൽ തീരുമാനമായി. വാരാണസി റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടുത്തം. 200 വാഹനങ്ങൾ കത്തിനശിച്ചു. ഉത്തർപ്രദേശിലെ വാരാണസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 200ഓളം ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. 12ഓളം ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീയണച്ചത്. റെയിൽവേ പോലീസും RPF-ഉം പ്രാദേശിക പോലീസും സ്ഥലത്തെത്തി. ഷോർട്ട് സർക്യൂട്ടാണ് അപകടം കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ബൈക്കുകൾക്കൊപ്പം സൈക്കിളുകളും കത്തിനശിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ ഭൂരിപക്ഷവും റെയിൽവേ ജീവനക്കാരുടേതാണ്. അപകടത്തിൽ ആളപായമില്ല. തെളിവുകൾ പോലീസിന് കൈമാറി. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട് തിരൂർ സതീഷ്. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി. K. സുരേന്ദ്രനെതിരെയും KK അനീഷ് കുമാറിനെതിരെയും തിരൂർ സതീഷ് മൊഴി നൽകി. ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തെക്കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് കൈമാറിയെന്നും തന്റെ കയ്യിലെ രഹസ്യ സ്വഭാവമുള്ള രേഖകളും തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പോലീസിനോട് പറഞ്ഞുവെന്നും സതീഷ് വ്യക്തമാക്കി. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം.
കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വയനാട് പുനരധിവാസം മുടങ്ങിയത് പിണറായി സർക്കാരിന്റെ പിടിപ്പുകേട്. വാടക കൊടുക്കാനുള്ള പണം പോലും നൽകിയില്ല. വയനാട്ടിൽ പുനരധിവാസം മുടങ്ങിയത് പിണറായി സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്രം നൽകിയ 860 കോടി രൂപ ട്രഷറിയിലുണ്ടായിട്ടും ദുരിതബാധിതർക്ക് വാടക കൊടുക്കാനുള്ള പണം പോലും പിണറായി സർക്കാർ നൽകിയില്ലെന്നും BJP സംഘടനാ പർവം യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ദില്ലി രോഹിണിയിലെ സ്ഫോടനം പടക്കക്കടയിലെ മാലിന്യം പൊട്ടിത്തെറിച്ചതാകാനുള്ള സാധ്യത തള്ളാതെ പോലീസ്. വ്യാഴാഴ്ച ദില്ലി രോഹിണിയിലുണ്ടായ സ്ഫോടനത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. പടക്കക്കടയിലെ മാലിന്യമോ രാസവസ്തുക്കളടങ്ങിയ മാലിന്യമോ ആണോ പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. മേഖലയിലെ പടക്ക വിൽപ്പന കേന്ദ്രങ്ങളുടെ ഉടമകളെയും ഫാക്ടറി ഉടമകളെയും പോലീസ് ചോദ്യം ചെയ്തു. ആഭ്യന്തരം വിട്ടൊരു കളിക്കില്ല, ഉറച്ചു പറഞ്ഞ ഷിൻഡെ. മഹാരാഷ്ട്രയിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പ്രതിസന്ധിയിൽ. ഏക്നാഥ് ഷിൻഡെ നിസ്സഹകരണം തുടങ്ങിയതോടെ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ച വീണ്ടും പ്രതിസന്ധിയിൽ. മുഖ്യമന്ത്രി പദം വിട്ടുനൽകുന്നതിന് പകരമായി ആഭ്യന്തര വകുപ്പ് വേണമെന്ന കടുംപിടുത്തം തുടരുകയാണ് ഷിൻഡെ. തർക്കപരിഹാരമാവാത്തതിനാൽ സത്യപ്രതിജ്ഞ പ്രതിസന്ധിയിലായി. ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയത് എല്ലാ മനുഷ്യരും ഒരു കുടുംബമെന്ന സന്ദേശമെന്ന് മാർപ്പാപ്പ. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഇന്ന് ഏറെ പ്രസക്തമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗുരു ലോകത്തിന് നൽകിയത് എല്ലാവരും മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന സന്ദേശമാണ്. ശ്രീനാരായണ ഗുരു തന്റെ ജീവിതം സമൂഹത്തിന്റെ വീണ്ടെടുപ്പിനായി സമർപ്പിച്ച വ്യക്തിയാണ്. രാഷ്ട്രങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിച്ചുവരുന്ന ഈ കാലത്ത് ഗുരുവിന്റെ സന്ദേശം ഏറെ പ്രസക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന സർവമത സമ്മേളനത്തിലുള്ള ആശീർവാദ പ്രഭാഷണത്തിലാണ് മാർപ്പാപ്പ ഗുരുവിനെ അനുസ്മരിച്ച് സംസാരിച്ചത്. ആഞ്ഞടിക്കുവാൻ ഫിൻജാൽ. വൈകിട്ടോടെ കരതൊടും. പേമാരിയിൽ മുങ്ങി ചെന്നൈ. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ഫിൻജാൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് വൈകുന്നേരത്തോടെ കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ പുതുച്ചേരിക്ക് സമീപം മണിക്കൂറിൽ പരമാവധി 90 കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതേ തുടർന്ന് വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്ര തീരത്ത് ചുഴലിക്കാറ്റ് റെഡ് മെസ്സേജ് നൽകി. തമിഴ്നാട്ടിലെ 7 തീരദേശ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, കല്ലുരുച്ചി, കഡലൂർ, പുതുച്ചേരി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്ത്യയെ പതാകയിൽ ചവിട്ടി നടന്നു. ബംഗ്ലാദേശികളെ ചികിത്സിക്കില്ലെന്ന് കൊൽക്കത്തയിലെ ആശുപത്രി. ബംഗ്ലാദേശ് പൌരന്മാരെ ചികിത്സിക്കില്ലെന്ന സർക്കുലർ ഇറക്കി കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രി. അതിർത്തിയിൽ നടക്കം വരുന്ന ബംഗ്ലാദേശികളായ ആർക്കും ആശുപത്രിയിൽ ചികിത്സ നൽകരുതെന്നാണ് ജെയിൻ റായ് ആശുപത്രി അധികൃതർ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളാണ് ഇന്ത്യൻ പതാകയെ അവഹേളിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ
പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണ് ഇവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.